സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യ 2 പാർട്ടിൽ നമ്മൾ നോക്കിയത് ഫസ്റ്റ് നമ്മൾ കുറച്ച് നമ്പേഴ്സ് നോക്കിയല്ലേ, നാച്ചുറൽ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യകൾ, അതുപോലെ തന്നെ ഇൻറ്റീജേഴ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബോഡ് മാസ് റൂൾ പറഞ്ഞു. പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പറിനെ 2 രീതിയിൽ കാറ്റഗറി ചെയ്തു, ഇരട്ടസംഖ്യകളും അതുപോലെ തന്നെ ഒറ്റ സംഖ്യകൾ. പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ സം ഓഫ് നാച്ചുറൽ നമ്പർ, അതുപോലെ തന്നെ സം ഓഫ് ഓഡ് നമ്പർ പറഞ്ഞു, സം ഓഫ് ഈവൻ നമ്പേഴ്സ് പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം നമ്മളൊരു നമ്പർ എടുക്കുക. ഇപ്പം എക്സാമ്പിൾ പറയാണ് 126 എന്ന് പറയുന്നൊരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു നമ്പറിൽ 3 അക്കങ്ങളാണ് വരുന്നത് അല്ലേ, 1, 2, 6 ഇങ്ങനെ 3 അക്കങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിലെ അവസാനത്തെ അക്കം ഏതാണ്, അഥവാ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 6 അല്ലേ. ഇതിലെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. അപ്പം എന്താണ്, ഒരു നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ, അവസാനത്തെ അക്കമാണെന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 257 പ്ലസ് 187 പ്ലസ് 279 ഇതിൻ്റെ അവസാനമക്കം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഇത് ഫുള്ള് കൂട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എന്തുമാത്രം കൂട്ടിയാൽ മതി, ഈ നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് 7 പ്ലസ് 7 പ്ലസ് 9, 7 7 14, 14 9 23. ഈ 23-ൽ ലാസ്റ്റ് ഡിജിറ്റായ 3 ആയിരിക്കും എന്തെന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന സമയത്താണ്. കാരണം ഇപ്പം നമുക്കൊരു യൂണിറ്റ് ഡിജിറ്റ്, ഇപ്പം എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു വലിയ പ്രോബ്ലംസിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വന്നു എന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ വന്നാൽ നമുക്ക് അതിൻ്റെ പിന്നെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് നോക്കണമെന്നില്ല. ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനിൽ ആ യൂണിറ്റ് ഡിജിറ്റിൽ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഗുണനം മുഴുവനായിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഒരേ യൂണിറ്റ് ഡിജിറ്റിൽ 2 or 3 ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ അത് ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. ഡിഫറെൻറ്റ് യൂണിറ്റ് ഡിജിറ്റിൽ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് ഡിജിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇത് കൂടാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്തെന്ന് യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാംസിന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏത്, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിക്കും. സോ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് എന്തെന്നില്ല, ബാക്കിയുള്ള നമ്പേഴ്സിന് എന്തില്ല, ഇതിൽ വലിയ റോളൊന്നുമില്ല. ഇപ്പോൾ സോ 853 അല്ലേ, ഈ 853 എന്ന് പറയുന്ന നമ്പറിൽ 3 മാത്രമാണ് എന്തെന്ന് നമ്മളെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്തിന് റോളുള്ളൂ. ഇപ്പം 452 എന്ന് പറയുന്ന സംഖ്യയിൽ 2 മാത്രമേ എന്തെന്നു യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുമ്പോൾ റോളുള്ളൂ. ഇതിലാണെങ്കിൽ 6, ഇതിലും 6. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അവസാനത്തെ ഡിജിറ്റ് മാത്രം തമ്മിൽ എന്തായി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഇൻറ്റു 6 ഇൻറ്റു 2 ഇൻറ്റു 6 ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ 3 ഇൻറ്റു 6 18ആണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 18 ഇൻറ്റു 2 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 8 ഇൻറ്റു 2 ചെയ്താൽ മതി. 8 ഇൻറ്റു 2 ചെയ്യുമ്പം 16. ഇനി ഇവിടെ നമ്മൾ 16 ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 6 ഇൻറ്റു 6 36. 36 വന്നാൽ ഏതായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്? 6 ആയിരിക്കും എന്തെന്ന് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. ഇതിൻ്റെ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കി നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും.
584 ഇൻറ്റു 389 ഇൻറ്റു 476 ഇൻറ്റു 786 ഒറ്റയക്കം ഏത്? ഇതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി, ഈ എല്ലാ നമ്പറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ, ഇവിടെ 4, 9, 6, 6 ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ എന്ത് നോക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം 4 ഇൻറ്റു 9 ഇൻറ്റു 6 ഇൻറ്റു 6. ഇനി ഇത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 9 ഇൻറ്റു 7 എന്ത് വരും, 36. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 6 മാത്രം നോക്കിയാൽ മതി. 6 ഇൻറ്റു 6 എന്ത് വരും, വീണ്ടും 36, വീണ്ടും 6, പിന്നെ വീണ്ടും 6 ഇൻറ്റു 6 36. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്, 6. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതിനും നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മറ്റൊരു എക്സാമ്പിൾ, 641 ഇൻറ്റു 673 ഇൻറ്റു 677 ഇൻറ്റു 679 ഇൻറ്റു 681. അപ്പം 1 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 9 ഇൻറ്റു 1. 1 ഇൻറ്റു 3 3, 3 ഇൻറ്റു 7 21. പക്ഷെ 1 മാത്രം നമ്മൾ എടുത്താൽ മതി. 1 ഇൻറ്റു 9 9, 9 ഇൻറ്റു 1 9. അപ്പം യൂണിറ്റ് ഡിജിറ്റ് ഏതാ വരുമോ, 9. ഓപ്ഷൻ എ. അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പവറിൻ്റെ കേസിലാണ് നമുക്ക് നോക്കേണ്ടത്. പവർ, അതായത് നമ്മൾ കൃതി എന്ന് പറയില്ല മലയാളത്തിൽ, 6 അല്ലെങ്കിൽ 10 എന്നൊക്കെ പറയുന്ന സംഭവം. അതായത് പവറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. അപ്പം യൂണിറ്റ് ഡിജിറ്റ് എന്താണ്, 6. 6 ക്യൂബ് ചോദിച്ചു. 6 ക്യൂബ് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 216 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് തന്നെയാണ്, 6 തന്നെയാണ്. സോ ഇത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് 6:21. ഇതിൻ്റെ ഒറ്റയക്കം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം, അതായത് നമുക്ക് 6:21 മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, കാരണം 21 പ്രാവശ്യം 6 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പോസിബിൾ അല്ല. അതിനൊരു ജനറൽ റൂൾ ഉണ്ട്. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0, അതുപോലെ തന്നെ 1, 5, 6 ഈ പറയുന്ന 4 നമ്പേഴ്സിൻ്റെ റൂളാണ് നമ്മളിപ്പം പറയുന്നത്. 0, 1, 5, 6 ഈ 4 അക്കങ്ങൾക്കുള്ള റൂളാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ അക്കങ്ങൾക്ക് മേലെ ഏത് പവർ ഇട്ടാലും അതായത് ഇപ്പോൾ 6ൻ്റെ മേലെ ഏത് പവർ ഇട്ടാലും ഒറ്റയക്കം എന്ത് തന്നെ ആയിരിക്കും, അതേ നമ്പർ തന്നെ ആയിരിക്കും. ഒറ്റയക്കം എന്തായിരിക്കും, അതേ നമ്പർ തന്നെ ആയിരിക്കും. അതായത് ഈ പറയുന്ന 4 നമ്പേഴ്സിൻ്റെ മുകളിൽ നമ്മൾ ഏത് നമ്പറിൻ്റെ ഏത് പവർ ഇട്ടാലും എന്തെന്നായിരിക്കും, ഈ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സെയിം നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 6:21. ഇത് നമ്മളൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതായിരിക്കും, 6 ആയിരിക്കും. അതായത് 6ൻ്റെ മുകളിൽ എന്ത് വന്നാലും, 100 വന്നാലും 1000 വന്നാലും 500 വന്നാലും ഒക്കെ എന്ത് തന്നെയാണ്, യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും, 6 തന്നെയായിരിക്കും. കാരണം എന്താണ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. കാരണം ഇപ്പം 6:21 എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു ഇങ്ങനെ പോയി 21 പ്രാവശ്യം 6 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 6:21 എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മളിവിടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 6 ഇൻറ്റു 6 36. ജസ്റ്റ് നമ്മൾ 6 മാത്രം എടുക്കും, വീണ്ടും 6 ഇൻറ്റു 6 36. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും എന്തെന്നായിരിക്കും, ലാസ്റ്റ് ഇവിടെ നമുക്ക് എന്തേ കിട്ടൂ, 6 മാത്രമേ കിട്ടും. അതുകൊണ്ടാണ് എന്തെന്ന്, അതുപോലെ തന്നെ 5 എടുത്താലും അതേ സെയിം അവസ്ഥ തന്നെയാണ്. അതായത് 0, 1, 5, 6 ഈ 4 നമ്പേഴ്സിനും എത്ര പവർ വന്നാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതേ നമ്പർ തന്നെയായിരിക്കും. ഈ നമ്പർ
ഈ നമ്പറിൻ്റെ പവർ ഇട്ടിട്ട് ഏത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും ഒന്ന് ചെയ്ത് നോക്കാൻ ഒന്നും നിൽക്കരുത്, ഡയറക്റ്റായിട്ട് എഴുതിക്കോളുക ആൻസർ പെട്ടെന്ന് തന്നെ. മറ്റൊരു ഉദാഹരണം പറയാം. 5⁻50. 5⁻50. 5 പവർ 50. ഇതിൻ്റെ ഒറ്റയ്ക്ക് എന്താ ചോദിച്ചാലോ ഒന്നും നോക്കണ്ട, എന്തായിരിക്കും ആൻസർ 5 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത നോക്കി 5 പ്രാവശ്യം 5 മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്താലും 5 × 5 25. നെക്സ്റ്റ് വീണ്ടും 5 × 5 25. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് എന്തെന്ന് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും എങ്ങനെ ചെയ്താലും 5 മാത്രമേ വരൂ. ഓക്കെ, അപ്പം 0, 1, 5, 6 ഈ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി. ഏത് നമ്പർ വന്നാലും ഇപ്പം ഒരു എക്സാമ്പിൾ കൂടി പറയാം. ചിലപ്പോൾ ഇങ്ങനെ വരും 125. 125⁻21 വരും. 125⁻21 വന്നാലോ 125⁻21. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാലും നമ്മൾ 125 എഴുതിയാലും നമ്മൾ എന്ത് നോക്കണം? ബേസിക്കലി 5 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബേസിക്കലി നമ്മൾ എന്താ ശരിക്കും അത് 5⁻21 തന്നെയാണ് അത് വരിക. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന എല്ലാ പ്രോബ്ലത്തിനും ആ ബാക്കി ലെറ്റേഴ്സിനൊന്നും പ്രസക്തിയില്ല, യൂണിറ്റ് ഡിജിറ്റിന് മാത്രമാണ് പ്രസക്തി ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാലും 125⁻21 യൂണിറ്റ് ഡിജിറ്റ് ചോദിച്ചാൽ എന്തിനാണ് ആൻസർ വരിക? 5 തന്നെയാണ്. ഇപ്പം 11⁻44 നമ്മൾ എന്ത് നോക്കിയാൽ മതി? 1 അല്ലേ, 1⁻44 എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻസർ എന്തെന്നായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഇപ്പം 160⁻62 നമ്മളെ സംബന്ധിച്ചുള്ള എന്ത് മാത്രം നോക്കിയാൽ മതി? 0⁻62. ആൻസർ എന്തെന്നായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് ആണ്. യൂണിറ്റ് ഡിജിറ്റ് എന്തെന്നായിരിക്കും? 0 ആയിരിക്കും. 471⁻81 അല്ലേ, യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 16⁻40 എന്തെന്നായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഈ 6⁻40 മാത്രം നമ്മൾ നോക്കിയാൽ മതി, യൂണിറ്റ് ഡിജിറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലം വന്നാലും ഒറ്റയടിക്ക് ആൻസർ ചെയ്തിക്കോളുക. ഓക്കെ, നമ്മളിപ്പോൾ 4 നമ്പേഴ്സിൻ്റെ കേസ് മാത്രമാണ് നോക്കിയത്. ഇനി ബാക്കിയുള്ള ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് 2, 3, 4, 7, അതുപോലെ തന്നെ 8, 9 ഇത്രയും നമ്പേഴ്സ് ബാക്കിയുണ്ട്. ഇനി ഇതിനെല്ലാം ഒറ്റ റൂളാണുള്ളത്. അതൊരു 2-3 സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇനി പറയുന്ന നമ്പേഴ്സിന് നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ പറയാം. ഇപ്പം 2⁻26. 2⁻26. 2⁻26ൻ്റെ ഒറ്റയക്കം കണ്ടെത്തുക അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് കണ്ടെത്തുക എന്നൊരു പ്രോബ്ലം വന്നു. ശരിക്കും 2⁻26 എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ നമ്മൾ 26 തവണ ഗുണിച്ചാൽ കിട്ടുന്നതാണ് 2⁻26 എന്ന് പറയുന്നത്. അങ്ങനെ 26 തവണ ഗുണിച്ചിട്ട് ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഏതാണ് എന്നാണ് നമ്മൾ ചോദ്യം. ഓക്കെ, അപ്പോൾ 26 തവണ 2നെ ഗുണിച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള പവറിനെ നമ്മൾ ചെറുതാക്കണം. നമ്മൾക്ക് തന്നിട്ടുള്ള ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 26 എന്ന് പറയുന്ന പവറാണ്. ആ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെറുതാക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. അത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പവറിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. പവറിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. ഇനിയിപ്പം 2⁻26 പകരം ഇനി വേറെ ഏത് പവറാണെങ്കിലും, എന്ത് പവർ വന്നാലും 518 വന്നു അല്ലെങ്കിൽ 1020 വന്നു, എന്ത് പവർ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിനെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 4 കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പവറിനെ ഹരിച്ചിട്ട് ഒന്ന് ചെറുതാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ 26നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് വരും ആൻസർ? നമുക്ക് ഓൾറെഡി അറിയാം 6 × 4 ആണ് 24. അപ്പോൾ 24 6 എന്നുള്ള ആൻസർ വരും. ശിഷ്ടം എന്ത് വരും? 2 എന്നും വരും. സോ നമുക്കിതിൻ്റെ ഉത്തരം ഇവിടെ ആവശ്യമില്ല അല്ലേ? ഈ 6 എന്ന് പറയുന്ന ഉത്തരം നമുക്കിപ്പം ഇവിടെ ആവശ്യമില്ല. നമുക്കിവിടെ വേണ്ട എന്താണ്? ഇതിൻ്റെ ശിഷ്ടമാണ്. ഇതിൽ കിട്ടുന്ന ശിഷ്ടമാണ് നമുക്കിവിടെ ആവശ്യം. അതായത് നമുക്ക് 26നെ 4 കൊണ്ട് കഴിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണെന്തെന്ന് 2. ഈ 2നെയാണ് നമുക്ക് എന്തെന്ന് ഇവിടെ ആവശ്യം. ഇനി നമ്മൾ ഈ ഒരു ശിഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2⁻26 കാണുന്നതിന് പകരമായിട്ട് 2⁻2
2/2. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ശിഷ്ടം കണ്ടാൽ മതി. ഇവിടെ നമുക്ക് എത്ര ശിഷ്ടം കിട്ടിയോ ആ ശിഷ്ടം നമ്മൾ ആ ഒരു ചോദ്യത്തിന് പകരം 2 ആ ശിഷ്ടം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഒന്നുമില്ല, നമുക്ക് ഈ പറയുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പവറിനെ നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ശിഷ്ടം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പവറിന് പകരം റീപ്ലേസ് ചെയ്താൽ മതി. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2/2 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. അപ്പം 4 ആയിരിക്കും എന്തെന്ന് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒറ്റയാക്കം എന്ന് പറയുന്നത്. ഇനി 2 മാത്രമല്ല, ഇപ്പം 2ന്റെ കേസ് നമ്മൾ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 3 ആയാലും 4 ആയാലും അല്ലേ, 7 ആയാലും 8 ആയാലും 9 ആയാലും ഏത് നമ്പർ ആയാലും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് തന്നിരിക്കുന്ന പവറിനെ അല്ലെങ്കിൽ കൃതിയെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം കണ്ടെത്തുക, ആ ശിഷ്ടം ആ പവറിന് പകരം അവിടെ നൽകുക, എന്നിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പം ചോദിക്കുകയാണ് 3/27 ഒറ്റയാക്കം കണ്ടുപിടിക്കുക എന്ന് ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, 27 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 27 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 6 × 4 24, ബാക്കി 3 ശിഷ്ടം വരും. ഈ ശിഷ്ടമാണ് നമുക്ക് ആവശ്യം. എന്ത് ചെയ്യും, ഈ സിസ്റ്റം നമ്മളിവിടെ 27 പകരം റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പം 3/27 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി, 3/3 കണ്ടുപിടിച്ചാൽ മതി. 3/3 നമുക്ക് എല്ലാവർക്കും അറിയാം 9 ആണ്. 27 ആണ്. 3/3 അതായത് 3 ക്യൂബ് എന്താണ് 27. 27ന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ് 7. അപ്പം 3/27ന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതായിരിക്കും 7. 3/27ന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതായിരിക്കും 7. നമ്മൾ എന്താ ചെയ്യുക, ആദ്യം പവറിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം കണ്ടെത്തുക, പവറിന് പകരം ലഭിച്ച നമുക്ക് ശിഷ്ടം നൽകുക, എന്നിട്ട് അതിൻ്റെ ഒറ്റയക്കം കണ്ടെത്തുക. അതായിരിക്കും എന്ത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഒറ്റയക്കവും. ഇനി നെക്സ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു നമ്പറിനെ 4 കൊണ്ട് ഹരിച്ചാൽ, ഒരു നമ്പറിനെ ഏത് നമ്പർ ആയിക്കട്ടെ അതിന് നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ മാക്സിമം ഏതൊക്കെ നമ്പേഴ്സാണ് ശിഷ്ടം വരിക, 0 ശിഷ്ടം വരാം, അതുപോലെ തന്നെ 1 ശിഷ്ടം വരും, 2 ശിഷ്ടം വരാം, 3 ശിഷ്ടം വരാം. ഇത്രയും നമ്പേഴ്സ് മാത്രമേ എന്തുള്ളൂ, ഒരു നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരാൻ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ശിഷ്ടമായിട്ട് വരും അല്ലേ. ഇപ്പോൾ 1, 2, 3 ഇതിലേതെങ്കിലും നമ്പർ ശിഷ്ടം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പവറിന് നമ്മൾ ഈ നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി ശിഷ്ടം വന്നത് 0 ആണെന്ന് വെക്ക്. അപ്പം ശിഷ്ടം 0 വരുന്നത് എപ്പോഴാണ്, നമുക്ക് അവിടെ പവറായിട്ട് തന്നിട്ടുള്ള നമ്പറിൽ 4 ആ നമ്പറിൽ പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആകുമ്പോഴാണ് നമുക്ക് ശിഷ്ടം 0 വരുന്നത് അല്ലേ. ശ്രദ്ധിക്കണം, ഇപ്പോൾ 0 വരുന്ന കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 213/8 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ 8നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കും. നമുക്കറിയാം ഓൾറെഡി ഹരിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഹരിച്ചു 2, 8 ശിഷ്ടം 0. ശിഷ്ടം 0 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ശിഷ്ടം 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0 അല്ല നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, പകരം 4 ഇട്ട് കൊടുക്കണം. നമ്മൾ 0ന് പകരം 4 ആണ് എന്തെന്ന് പവറായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ശരിക്കും 213/8 എന്ന് പറയുമ്പോൾ നമ്മൾ 3/8 മാത്രമേ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 3/4 ആണെന്ത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. 3/8നെ 3/4 ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പം 3/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 3 അല്ലേ. 3 3 9, 9 3 27, 27 × 3 81. അപ്പം 1 ആയിരിക്കും എന്തെന്ന് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. 0 വരുന്ന കേസാണെങ്കിൽ ശിഷ്ടം 0 ആണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0 ഇട്ട് കൊടുക്കരുത്, പകരം 4 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം 2 കേസ് നമ്മളിപ്പം പറഞ്ഞു, 2, 3, 4, 7, 8, 9 ഈ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ
എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ശിഷ്ടം വരുന്ന നമ്പർ നമ്മൾ ക്വസ്റ്റ്യനുള്ള പവറിന് പകരം റീപ്ലേസ് ചെയ്യും. ഇനി 0 ശിഷ്ടം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 കേട്ടോ, 0 ശിഷ്ടം വരുന്നതെങ്കിൽ 4 എന്തെന്ന് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 2-3 എക്സാമ്പിൾസ് കൂടി നോക്കാം. 7^79. 7^79 ഒറ്റയക്കം ഏത്? അപ്പോൾ നമ്മൾ ഒറ്റയക്കം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, 79 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 4 3 39. 39 ആകുമ്പം എന്ത് വരും, 9 അല്ലേ. 9 × 4 36. ശിഷ്ടം 3. അപ്പോൾ ശിഷ്ടം 3 വന്നാൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് 7^79 കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, 7^3. 7^3 ഇതൊക്കെ പഠിച്ചു വെക്കണം. 7³ ഒക്കെ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. 343 വരും. അപ്പോൾ ഇതിൻ്റെ ഒറ്റയാക്കം ഏതായിരിക്കും, 3 ആയിരിക്കും. ഒറ്റയാക്കം 3 ആയിരിക്കും. ഇനി മറ്റൊരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുന്നത് ഈ 4 അല്ലേ, 4 എന്നുള്ള നമ്മൾ പറഞ്ഞു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ അതിന് ഇഷ്ടമെടുത്താൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 4 എന്നുള്ള നമ്പർ എവിടെ നിന്ന് വന്നു എന്നുള്ള ഡൗട്ടൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാകും. 4 എന്ന് പറയുന്നത് ഒരു പവറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് ആവശ്യമില്ല, എന്നെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ശ്രദ്ധിക്കുക, 2^1 എന്ന് പറയുന്നത് എന്താണ്, 2 അതുപോലെ തന്നെ 2² എന്ന് പറയുന്നത് 4 2^3 എന്ന് പറയുന്നത് 8 2^4 എന്ന് പറയുന്നത് എന്താണ്, 16 ഓക്കെ, എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എഴുതുമ്പം 2^5 2^5 എന്ത് വരും, 32. 2^6 64. 2^7 128. 2^8 256. 2^9 512. 2^10 1024. 2^11 2048 വരും. 2^12 4096. ഇപ്പം ഇതിൽ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 4 ഒറ്റയാക്കം നോക്കിയാൽ നമ്മൾ 2^1 2^2 2^3 2^4 ഇതിൻ്റെ 4 എണ്ണത്തിലെ ഒറ്റയാക്കം നോക്കിയേ എങ്ങനെയുള്ളത്, 2 4 8 6. ഇത് 4 എന്തെന്ന് ആദ്യത്തെ 4 പവറിൻ്റെ ഒറ്റയാക്കം വരുന്നത്. ഇനി ഇതേ സെയിം നമ്പർ തന്നെയല്ലേ നെക്സ്റ്റും വരുന്നത്, 2 4 8 6. നെക്സ്റ്റ് 4 നമ്പറും എന്താണെന്ന് ശരിക്കും ഫസ്റ്റത്തെ 4 നമ്പർ തന്നെയാണ് എന്തെന്ന് സെക്കൻഡ് റോയിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് റോയിൽ നോക്കിയേ 2 4 8 6 സെയിം നമ്പർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഓരോ 4 പവർ കഴിയുമ്പോഴും ഈ യൂണിറ്റ് ഡിജിറ്റ് അതായത് ഒറ്റയക്കം എന്താ ചെയ്യുന്നത്, റിപ്പീറ്റായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 എണ്ണത്തിൻ്റെ 2 4 8 6 ആയിരുന്നു. അടുത്ത 4 നോക്കുമ്പോൾ അതും 2 4 8 6 സോ അടുത്തതിലേക്ക് വന്നപ്പോൾ തന്നെയാണ് സെയിം അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണെന്ന് ശരിക്കും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം ഓരോ 4 നമ്പർ കഴിയുന്നോറും യൂണിറ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2 പകരം നമ്മൾ 3 എടുത്താലും അതുപോലെ തന്നെ 4 എടുത്താലും ഒക്കെ സെയിം അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് ചെറുതാക്കുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. നമ്മൾ 2^96 2^96 ഒറ്റയക്കം ചോദിച്ചു. എങ്ങനെ ചെയ്യും, 96 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 8 1 16 4 4 4 16 അല്ലേ, 0 എന്തെന്ന് ശിഷ്ടം വരുന്നത്. അപ്പം 0 ശിഷ്ടം വന്നാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 0 പകരം 2^4 കണ്ടുപിടിക്കണം. 2^4 എന്ന് പറയുമ്പോൾ എന്ത് വരും, 2^4 2 × 2 × 2 × 2 അല്ലേ, എന്ത് വരും, 2 × 2 4 4 × 2 8 8 × 2 16 16ന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി 6. അപ്പോൾ ആൻസർ എന്തായിരിക്കും, യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, കുറച്ചും കൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. 23
റേസ് ടു 22ന്റെ ഒറ്റയക്കം ഏത്? ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 22 എന്ത് വരും? 5 അല്ലെ. 5 × 4 20. ബാക്കി 2. ശിഷ്ടം 2 വരും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 23 റേസ് ടു 22 എന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ നമ്മൾ നെക്സ്റ്റിൽ 3 റേസ് ടു 2. ഈ 23ൽ 2 നമ്മളിവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ നോക്കിയാൽ മതി. അപ്പം 3 റേസ് ടു 22 കണ്ടുപിടിക്കുന്നതിന് പകരം 3 റേസ് ടു 2 കണ്ടുപിടിച്ചാൽ മതി. 3 റേസ് ടു 2 എത്രയാണ്? 9. അപ്പം ആൻസർ 9, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34 റേസ് ടു 25. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം 6 അല്ലേ. 6 4 24, ശിഷ്ടം 1. എന്തായാലും വെച്ചാൽ 34 റേസ് ടു 25 കണ്ടുപിടിക്കുന്നതിന് പകരം എന്താ വെച്ചാൽ 4 റേസ് ടു 1 കണ്ടുപിടിച്ചാൽ മതി. 4 റേസ് ടു 1 കണ്ടുപിടിച്ചാൽ മതി. എന്ത് വരും? 4 റേസ് ടു 1 4 തന്നെ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 7 റേസ് ടു 49ന്റെ ഒറ്റയക്കം. അപ്പോൾ 49 നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 1 4 4, ബാക്കി 9 വരും. 9 1 വരും? 2. 9 2 8 1. അപ്പോൾ ശിഷ്ടം 1 വരും. എങ്ങനെ പിടിച്ചാൽ മതി? 7 റേസ് ടു 49 പകരം 7 റേസ് ടു 1 എന്തുതന്നെയാണ്? 7 തന്നെയാണ് വരിക. ഓപ്ഷൻ ഡി. 7 റേസ് ടു 40ന്റെ ഒറ്റയക്കം. 40 നമുക്ക് ഓൾറെഡി കാണുമ്പോൾ തന്നെ 40 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 10 × 4 ആണ് 40. അപ്പോൾ എന്തായാലും ശിഷ്ടം തന്നെ ആയിരിക്കും 0 ആയിരിക്കും വരിക. ശിഷ്ടം 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 റേസ് ടു 4 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 7 റേസ് ടു 4 നമ്മൾ പിന്നെ അറിയില്ലെങ്കിൽ എന്തായി? 7 × 7 × 7 × 7 എഴുതി കണ്ടുപിടിച്ചാൽ മതി. 7 × 7 7 49. നെക്സ്റ്റിൽ 9 മാത്രം നോക്കിയാൽ മതി. 9 × 7 63. 3 × 7 21. അപ്പോൾ 21ന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 1 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? 1. ഓക്കെ. അപ്പോൾ സിമ്പിളാണ് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ പവർ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാം എളുപ്പമാണ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു 0 1 5 6 നമ്പർ ആണെങ്കിൽ സെയിം ഡിജിറ്റ് തന്നെ ആയിരിക്കും എന്തെന്ന് യൂണിറ്റ് ഡിജിറ്റായിട്ട് വരിക. 2 3 4 7 8 9 ആണെങ്കിൽ 4 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം കണ്ടെത്തുക, പവർ മാറ്റുക, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഇനി ശിഷ്ടം 0 ആണെങ്കിൽ 4 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 2153 റേസ് ടു 167. ഇങ്ങനെ വലിയ നമ്പർ ഒന്നും കണ്ടാലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും എന്തായി? 3 റേസ് ടു 167 തന്നെയാണ്. 3 റേസ് ടു 167 നമുക്ക് കണ്ടുപിടിക്കേണ്ട 3 റേസ് ടു 167 കണ്ടുപിടിച്ചാൽ മതി യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം എന്ത് ചെയ്യും? 167നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 × 4 16. ബാക്കി 0 ആണ്. പിന്നെ 7 നമ്മൾ താഴോട്ടിട്ടു. 7 1 അല്ലേ. 1 4 4. ശിഷ്ടം 3 വരും. ശിഷ്ടം എന്താ വരിക? 3. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 3 റേസ് ടു 3 കണ്ടുപിടിച്ചാൽ മതി. ഇനി 3 റേസ് ടു 3 3 റേസ് ടു 3 അതായത് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 ആണ്. ഓൾറെഡി അറിയാം. ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് 3 × 3 × 3 എന്ന് എഴുതി കണ്ടുപിടിച്ചാലും മതി. അപ്പം 3 ക്യൂബ് പറഞ്ഞാൽ 27. യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 7. യൂണിറ്റ് ഡിജിറ്റ് 7. 3 റേസ് ടു 40. 40 ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 40 നമുക്കറിയാം ശിഷ്ടം 0 ആണ്. അപ്പോൾ എന്തെങ്കിലും പിടിച്ചാൽ മതി? 3 റേസ് ടു 4. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3 3 3 9. 9 × 3 27. 27 ആണെങ്കിൽ 7 മാത്രം എടുത്താൽ മതി. 7 × 3 21. ആൻസർ ഓപ്ഷൻ എ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 122 റേസ് ടു 173. 122 റേസ് ടു 173. എന്ത് ചെയ്യണം? 173നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് വരും? 4 × 4 16 1. ബാക്കി 3 താഴോട്ടിട്ടു. പിന്നെ ഇവിടെ 3 വരും അല്ലേ. 3 × 4 12 1. ശിഷ്ടത്തിലാണ് 1. അപ്പോൾ 122 റേസ് ടു 173 കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇനി 2 റേസ് ടു 1 കണ്ടുപിടിച്ചാൽ മതി. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 റേസ് ടു 1 പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2. ഇനി ഇവിടെ ശ്രദ്ധിക്കുക.
നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് 3 നമ്പറുള്ള ഒരു ഡിജിറ്റാണ് മുകളിൽ തന്നിട്ടുള്ളത്. ഇപ്പം 170, ഈ ഒരു കേസിൽ ഒന്നും കൂടി പറയാം, 173 നമ്മൾക്ക് തന്നിട്ടുള്ളത് ഇവിടെ പവറായിട്ട്. അപ്പം 173 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, 73 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം 3 ഡിജിറ്റ് ഉണ്ടെങ്കിലും ഇനി 4 ഡിജിറ്റ് ഉണ്ടെങ്കിലും എന്താക്കിയാൽ മതി, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് ശിഷ്ടം കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റിലുള്ള 2 നമ്പർ അല്ലേ, ലാസ്റ്റിലുള്ള 2 നമ്പർ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അതായത് ലാസ്റ്റ് 2 നമ്പറിൽ 4 ഡിവിസിബിൾ ആണെങ്കിൽ, ലാസ്റ്റ് 2 നമ്പറിൽ 4 ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ്, ആ നമ്പറിൽ 4 ഡിവിസിബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, 82,200, ലാസ്റ്റ് 2 നമ്പർ 40 ആണെന്ന് വെച്ചോ. ഈ ലാസ്റ്റ് നമ്പർ മാത്രം നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഈ ഒരു ലാസ്റ്റ് 2 നമ്പർ മാത്രം എടുത്ത് നോക്കിയാൽ മതി, ഈ നമ്പറിൽ 4 ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി. ഇപ്പം 40ൽ 4 ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ നമ്പറിൽ എന്തായിരിക്കും, 4 ഡിവിസിബിൾ ആയിരിക്കും. അത് നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് ഓർമ്മിച്ചാൽ മതി. നമുക്ക് പവർ ഇനിയിപ്പം 3 ഡിജിറ്റും 4 ഡിജിറ്റ് 5 ഡിജിറ്റ് എന്ത് തന്നാലും നമ്മൾ ലാസ്റ്റിലുള്ള 2 ഡിജിറ്റ്, ഇപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ 173 മുഴുവനായിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 73 എന്ന് മാത്രം എടുത്ത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓക്കെ ആയിരിക്കും. 73 എടുത്താൽ ഇവിടെ 1 വരും, 1 4 4 3 33, 8 8 4 32, ശിഷ്ടം എന്ത് വരും, 1 വരും. സെയിം തന്നെ 2⁻1 കണ്ടുപിടിച്ചാൽ 2 വരും. യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും, 2. യൂണിറ്റ് ഡിജിറ്റ് എന്താണ്, 2. ഈ ഒരു അതായത് നമ്മൾ ഇപ്പം നമുക്ക് ഒരു 122/785 എന്നുള്ളതാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് 785 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 85 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി 755 ഡിവൈഡ് ചെയ്താലും തെറ്റൊന്നുമില്ല. കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത്. കാരണം 4ന്റെ ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. സോ അപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് ഡിജിറ്റുമായിട്ട് പൊതുവേ കാണാറുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിവിസിബിലിറ്റി റൂളാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ഒരു